ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ശരിക്കും ഈ വീഡിയോ ക്രിസ്മസിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനിടയിൽ പെട്ടെന്ന് ഒരു ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ എത്തിയിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞു എന്നൊക്കെ അറിയാം. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു സ്പേസിലാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിലത്ത് ഫർ ക്ലോത്ത് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫെയർ ലൈറ്റ്സ് ഓൾറെഡി ആ വാളിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫെയർ ലൈറ്റ്സ് ഞാൻ ഒരുപാട് മുന്നേ വാങ്ങിച്ചതായിരുന്നു, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഫർ ക്ലോത്തൊക്കെ നമ്മൾ ഇവിടെ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ച ഫർ ക്ലോത്താണ്. പിന്നെ നമ്മൾ രണ്ട് സൈഡിലും വൈറ്റ് കളറിൽ വരുന്ന നെറ്റ് ഹാങ് ചെയ്തിടുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുഷ്യൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കുഷ്യൻസ് മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് 5 എന്തോ വരുന്ന ഒരു സെറ്റാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ 200 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ താഴെ കൊടുക്കാൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഓൾറെഡി ക്രിസ്മസ് ട്രീ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഗിഫ്റ്റ് ബോക്സസ് ആണ് കേട്ടോ. ഇതിൽ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ സാധാ വെട്ടി നമ്മൾ പ്രിൻറ്റഡ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഗിഫ്റ്റ് ബോക്സസിൻ്റെയും അതുപോലെ ക്രിസ്മസ് ട്രീൻ്റെയും താഴെയായിട്ട് വരുന്ന അവിടെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് കാൻഡിൽസ്, അതുപോലെ നമ്മൾ ക്രിസ്മസിന് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ക്രിസ്മസിൻ്റെ സ്പെക്സ്, അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന പെൻസിൽ കാര്യങ്ങളൊക്കെ നമ്മളവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്കൊരു സ്റ്റിക്ക് പോലെ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും അപ്പോൾ അതൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്മസിന് എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ വാങ്ങിയത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചതെന്നുള്ളത് കാണാൻ പറ്റുമോ. ഇനി നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതിൽ കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിലത്തതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൽ കുറച്ച് റെഡ് കളറിൽ വരുന്ന ബെല്ല് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചിങ്ങനെ നിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു വൈകുന്നേര സമയത്തായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തായിരുന്നത്. അതാണ് ഒരു സൺലൈറ്റ് ഇങ്ങനെ അതിൽ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആ സമയത്തായതുകൊണ്ടാണ്. ഇനി നമ്മൾ ഫെയറിലായിട്ട് നിലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫെയറിലായിട്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഡേ ടൈമിലായതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് എഫക്റ്റ് കിട്ടില്ല. പക്ഷേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സെയിം ഡെക്കറേഷൻ തന്നെ നമ്മൾ രാത്രിയിൽ നൈറ്റ് വ്യൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു, ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാണാൻ. നൈറ്റ് വ്യൂവിൻ്റെത് ഞാൻ ഇതിൽ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമ്മൾ വാളിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചായിരുന്നല്ലോ ഒരു ഫെയർ ലൈറ്റ്സ് സ്റ്റാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ചിത്രങ്ങൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു സ്റ്റിക്ക് അങ്ങനത്തെ ചിത്രങ്ങളാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് റെഡ് കളറിൽ വരുന്ന ബെൽസ് കാര്യങ്ങളൊക്കെ ആ ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ലൈറ്റ്സിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നും. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ലൈറ്റ്സ് ഈ ഫെയർ ലൈറ്റ്സ് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഇത് നമുക്കൊരു 4-5 മോഡൽ ഓണാക്കിയിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അത് ഓണാക്കി നോക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ. അതെങ്ങനെ മനസ്സിലാവില്ലായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ല. എനിക്ക് നല്ല രസമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രസമായിട്ട് തോന്നിയില്ലേ എന്നുള്ളതിൽ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് ഈ ഡെക്കറേഷൻ ചെയ്യാൻ കാരണം ഞങ്ങളുടെ അവൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവനാണ് കേട്ടോ അതിലിരിക്കുന്നത്. ആ തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു കഷ്ടപ്പാട്. എൻ്റെ അമ്മോ, അവന് തൊപ്പി ഇതിൽ തലയിൽ വെക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. ഇത് വലിച്ചങ്ങോട്ട് എറിയും. ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ കോപ്രായം കാണിച്ച് അവനെ സോപ്പിട്ടാണ് ഓരോ ഫോട്ടോസ് എടുത്തിരുന്നത്. സ്പെക്സ് ഒന്നും വെക്കാനേ അയച്ചില്ല. 1-2 ഫോട്ടോ മാത്രമേ സ്പെക്സ് വെച്ചെങ്കിൽ കിട്ടിയതേ ഉള്ളൂ. അതന്നെ കരയണ ഫോട്ടോ. അവനെ കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. എൻ്റെ അമ്മോ, ക്രിസ്മസ് ട്രീ ഒക്കെ എത്ര വട്ടം വലിച്ച് തലയിൽ കൂടെ ഇട്ടത് അറിയോ. അതുമല്ലുള്ള ഓരോ ഓർണമെൻറ്റ്സ് കണ്ടിട്ട് അതിരുന്ന് വലിക്കുക. എന്നാലും ഞങ്ങൾ എടുത്ത ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് എന്തായാലും കിട്ടി. ഞങ്ങൾക്ക് വിചാരിച്ച പോലെ നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആണെന്ന് പറയല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.